ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. അപ്പം ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സ്, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് കെമിസ്ട്രിയിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, ഇനി ഫർദർ സ്റ്റഡീസിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഈ മോൾ കോൺസെപ്റ്റൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ നമുക്കറിയാം, നമ്മളെ പീരിയോഡിക് ടേബിളിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് കുറേ ആറ്റംസും മോളിക്യൂൾസും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാർബണിൻ്റെ 12 മാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കാർബണിൻ്റെ മാസ് 12 എന്ന് പറയാം? എന്തടിസ്ഥാനത്തിലാണ് ഈ 12 എന്ന് പറയാം? അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു കഥ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയൊക്കെ മാസ് പറയുന്നുണ്ട്. ശരിക്കും നമുക്ക് അത്തരത്തിലൊരു ആറ്റം എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ പാർട്ടിക്കിളായിരിക്കില്ലേ, വെരി 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 സ്മോൾ പാർട്ടിക്കിളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധനത്തിൻ്റെ മാസ് നമുക്ക് എന്താണ്, വളരെ വളരെ ചെറുതുമായിരിക്കുമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇപ്പം പറയുന്നത്? നമുക്കത് അങ്ങനെ ഒരു വളരെ ചെറിയൊരു വാല്യൂ എടുത്തായിരുന്നു നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് 1ഉം 2 എന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാറ്റം എന്ന് പറഞ്ഞാൽ അത്രക്കും ചെറിയ പാർട്ടിക്കിളായിരുന്നു. നമ്മൾ ഒരു പക്ഷേ നാനോമീറ്ററിൽ, പൈക്കോമീറ്റർ അല്ലെങ്കിൽ 10⁻20 എന്താ പറയുക, ഭയങ്കര ചെറിയ യൂണിറ്റ്സ് ഉണ്ടല്ലോ. അപ്പം 10⁻27, 10⁻24, 10⁻27 അല്ല, 10⁻24, -27 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്രക്കും ചെറിയ കണികളായിട്ടാണ്, അത്രക്കും ചെറിയ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പൊതുവെ പറയേണ്ടി വരിക. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ എലമെൻസിൻ്റെയും വെയിറ്റ് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. പണ്ട് മുതലേ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. കാരണം എന്താ, ഇത്രക്കും ചെറിയ വാല്യൂസ് നമുക്ക് ഓരോന്നിൻ്റെയും പഠിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് പറയുന്നത്, കാർബണിൻ്റെ 12 ആണ്, ഓക്സിജൻ്റെ 16 പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെയും മാസ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം അത് നമുക്ക് ഇങ്ങനെ ന്യൂമറിക്കലായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഇപ്പോൾ നമ്മളൊരു മറ്റൊരു മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പം കൃത്യമായിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ ഇനി വരുന്ന സെൻറ്റൻസുകൾ കൃത്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം പണ്ട് നമ്മൾ ഹൈഡ്രജൻ്റെ മാസുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും മാസ് പറഞ്ഞത്. അപ്പം അതായത് ഇപ്പം കാർബണിൻ്റെ മാസ് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഇത്ര മടങ്ങ്, അല്ലെങ്കിൽ ഇപ്പം ഓക്സിജൻ്റെ മാസ് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഇത്ര മടങ്ങ് എന്നുള്ള നിലക്കായിരുന്നു പണ്ട് കാലത്ത് എന്ത് പറഞ്ഞിരുന്നത്, നമ്മൾ മാസ് പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, 1962 ആയപ്പോഴാണ് എന്ത് ചെയ്തത്, അത് മാറ്റിയിട്ട് നമ്മൾ കാർബൺ 12 എന്ന് പറയുന്ന കാർബണിൻ്റെ 12th ഐസോട്ടോപ്പിൻ്റെ, കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12th ഐസോട്ടോപ്പ് അല്ല, കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ. എന്താ ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ, ഐസോട്ടോപ്പ് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊക്കെ പഠിക്കും എന്താ ഐസോട്ടോപ്പ് എന്നുള്ളത്. അതായത് ഇപ്പോൾ പറഞ്ഞാൽ ഡിഫറെൻറ്റ് മാസും അതുപോലെ സെയിം ആറ്റോമിക് നമ്പറും ഉള്ള എലമെൻറ്റ്സ് ആണ് എന്ത് പറയുന്നത്, ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ തന്നെ 12, 11 എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഐസോട്ടോപ്സ് ഉണ്ട്. ഒക്കെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മാസിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അത്തരത്തിലുള്ളതിന് ഐസോട്ടോപ്പ് പറയുന്നത്. അപ്പം കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12 മാസാണ് ഇപ്പോഴത്തെ ബേസിക്കായിട്ട് നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു റിലേറ്റ് ചെയ്ത് പറയാൻ എടുക്കുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12 മാസാണ്. ഓക്കെ, കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12 മാസ്. അത്രയേ ഉള്ളൂ ഈ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാലും. ആറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്നാണ് നമ്മൾ പറയുക. എന്താ പറയുക, 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്. അത്തരത്തിൽ കാർബൺ 12ൻ്റെ 1/12 മാസിനെ പറയുന്ന പേരാണെന്ത്, ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. MU = 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12. അത് ഏകദേശം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും,
1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം അല്ലെങ്കിൽ 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. അത്രക്കും ചെറിയ ഒരു അത്രക്കും ചെറിയ മാസാണ് ഈ 1/12 ഓഫ് 12th പാർട്ട് ഓഫ് 1/12 കാർബൺ 12ൻ്റെ 1/12 മാസ് എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസിൻ്റെയും മാസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിലേറ്റീവായിട്ട് പറയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ബേസിക് യൂണിറ്റാണ് ഈ കാർബൺ 12ൻ്റെ 1/12 മാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത്, ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നോക്കണ്ട, ഇത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ടോപ്പിക് നമ്മൾ പറയാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞ ഓക്സിജൻ ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും കാർബൺ ആണെങ്കിലും എല്ലാത്തിനും എന്തുണ്ട്, മാസ് ഉണ്ട്. ഈ മാസമൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു കാർബൺ 12ൻ്റെ 1/12 മാസുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറയുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിൽ നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്ത് ചെയ്യാണ്, കാർബൺ 12ൻ്റെ 1/12 മാസുമായിട്ട് കമ്പയർ ചെയ്ത് എന്നിട്ട് ഓരോരോ എലമെൻറ്റിൻ്റെയും മാസ് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നോക്കിക്കോളി, വായിച്ചു നോക്കി. ആറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ്, ഏതൊരു എലമെൻറ്റിൻ്റെയും മാസ്, ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഈസ് എ നമ്പർ, ഒരു നമ്പറാണ് ദാറ്റ് എക്സ്പ്രസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആൻ ആറ്റം, എത്ര മടങ്ങാണ് ആ ഒരു ആറ്റം ഓഫ് ദ എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ 1/12 ഓഫ് ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനെയും കാട്ടിലും എത്ര മടങ്ങ്, കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസിനെയും കാട്ടിലും എത്ര മടങ്ങ് വലുതാണ് ഈ ഒരു ഈ ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്നുള്ള രീതിക്ക് നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം ആറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14 എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ നിങ്ങളിത് നോക്കി, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6736 ഇൻറ്റു 10⁻⁻24 ആണ്. ഒരു AMU എന്ന് പറഞ്ഞാൽ 1.66056 ഇൻറ്റു 10⁻⁻24 ആണ്. അപ്പം ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 AMU എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ്റെ മാസ് നമ്മൾ എന്തായിട്ടാണ് പഠിക്കുന്നത്, 1 ആയിട്ടല്ലേ പഠിക്കുന്നത്. ആ 1 എങ്ങനെയാണ് വന്നത്, ഇങ്ങനെയാണ് വന്നത്, ഒന്നുമില്ല. അതായത് ഹൈഡ്രജൻ്റെ ആറ്റം എത്ര കാർബൺ 12ൻ്റെ 1/12 മാസിനേക്കാൾ എത്ര മടങ്ങാണ് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ 1 കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. ഉദാഹരണത്തിന് ഇപ്പം നമ്മളോട് പറയുകയാണെങ്കിൽ 10ൻ്റെ എത്ര മടങ്ങാണ് 2 എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക, 10ൻ്റെ എത്ര മടങ്ങാണ് 2 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, 10/2 ചെയ്യുമ്പോൾ 5 അല്ലേ കിട്ടുക. ആ 5 മടങ്ങാണ് 10 എത്രയാണ് 2 എന്ന് പറയുന്നത്, 2ൻ്റെ 5 മടങ്ങാണ് 10 എന്നല്ല നമ്മൾ പറയാം. 5 എങ്ങനെ കിട്ടുന്നത്, 10/2 ചെയ്യുമ്പോൾ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാർബണിൻ്റെ 12ൻ്റെ 1/12ൻ്റെ എത്ര മടങ്ങാണ് ഹൈഡ്രജൻ എന്നല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് ബൈ കാർബൺ 12ൻ്റെ 1/12 മാസല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 AMU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കി, അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14 എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് മാസ് ഓഫ് 1 നൈട്രജൻ ആറ്റം ഈസ് 14 ടൈംസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസിനെയും കാട്ടിലും 14 മടങ്ങാണ് നൈട്രജൻ്റെ മാസ് എന്നാണ് നൈട്രജൻ്റെ മാസ്, ആറ്റോമിക് മാസ് 14 ആണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ കേസും, ഓക്സിജൻ്റെ അല്ലെങ്കിൽ കാർബൺ 12ൻ്റെ 1/12 മാസിൻ്റെ 16 മടങ്ങാണ് ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ആറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി, ആറ്റോമിക് മാസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകല്ലേ. ഓക്കെ, നമ്മൾ ആറ്റോമിക് മാസ് യൂണിറ്റും പറഞ്ഞു, ആറ്റോമിക് മാസും പറഞ്ഞു, മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ആവറേജ് ആറ്റോമിക് മാസാണ്. ഓക്കെ, ആവറേജ് ആറ്റോമിക് മാസ് എന്താണെന്ന് നമുക്ക് വായിച്ചിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയണേ ആവറേജ് ആറ്റോമിക് മാസ് എന്താണെന്ന് പറയണേ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോളേ, ഒന്നുമില്ല, സിമ്പിളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ഹാവ് ഐസോടോപ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു ഐസോടോപ്പ് എന്താണെന്നുള്ളത്. എന്താ, സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് മാസും ഉള്ള എലമെൻസിനെയാണ് എന്ത് പറയുന്നത്, ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ് ഹാവ് ഐസോടോപ്സ്.
ഒരുവിധം എല്ലാ എലമെൻസിനും എന്തുണ്ട്, ഐസോട്ടോപ്പ് ഉണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ആൻ ആവറേജ് ആറ്റോമിക് മാസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പം ഇങ്ങനെ 2 മാസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിപ്പോൾ കാൽക്കുലേഷനിലൊക്കെ ഉദാഹരണത്തിനോട് പറയുകയാണെങ്കിൽ ക്ലോറിന് 35 ഉണ്ട്, 37 മാസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതാ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ക്ലോറിൻ്റെ മാസ് നമ്മൾ എത്ര 35.5 എടുക്കുന്നത്. ഈ 35.5 എന്താണ്, ക്ലോറിൻ്റെ ആവറേജ് ആറ്റോമിക് മാസാണ്. അപ്പം സോ വി ക്യാൻ കാൽക്കുലേറ്റ് ആൻ ആവറേജ്. ഇങ്ങനെ ഐസോട്ടോപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് ആറ്റോമിക് മാസ് കാണാൻ പറ്റും ഓഫ് ആൻ എലമെൻറ്റ് ബൈ കൺസിഡറിങ് ദ ആറ്റോമിക് മാസ് ഓഫ് ദ ഐസോട്ടോപ്പ്, ഐസോട്ടോപ്പിൻ്റെ ആറ്റോമിക് മാസും ആൻഡ് ദ റിലേറ്റീവ് അബണ്ടൻസ്, അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസും. എന്താ റിലേറ്റീവ് ഉള്ളത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ ഈ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ ഈ ക്ലോറിൻ 35, 37 ക്ലോറിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ക്ലോറിൻ 35, 37 എത്ര ഉണ്ട് എന്നുള്ള അതിൻ്റെ ഒരു കണക്ക്, അതിനെയാണ് റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ എത്ര ഉണ്ട്, ഈ ഒരു ക്ലോറിൻ 35 എത്ര ഉണ്ട്, ക്ലോറിൻ 37 എത്ര ഉണ്ട്. അപ്പോൾ അതൊരു റേഷ്യോയിലാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3:1 റേഷ്യോയിലാണ് പൊതുവെ എന്ത് ക്ലോറിൻ 35 3 കാണുന്ന സമയത്ത് ക്ലോറിൻ 37 നമുക്ക് 1 കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലോറിൻ 35 3 കാണുകയാണെങ്കിൽ അവിടെ ക്ലോറിൻ 37 1 കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ 3:1 ആണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് ആറ്റോമിക് മാസ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ക്ലോറിൻ 35, 37 എടുത്തു, ഇതിൻ്റെ ആവറേജ് നമുക്ക് എത്ര വരിക, 36 അല്ലേ, 35ൻ്റെയും 37ൻ്റെയും ആവറേജ് വരിക. അപ്പോൾ നമ്മളിവിടെ 36 എടുക്കുന്നത് അല്ല, 35.5. എന്തുകൊണ്ടാണ്, നമ്മൾ ഈ റിലേറ്റീവ് അബണ്ടൻസും കൂടി കൺസിഡർ ചെയ്തപ്പോഴാണ് അത് 35.5 ആയത്. ഓക്കെ, അതായത് 35 ഐസോട്ടോപ്പ് കാണുന്ന സമയത്ത് 37ൻ്റെ ഒരു ഐസോട്ടോപ്പേ കാണുന്നുള്ളൂ. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, കൂടുതൽ ഏതാ 35ൻ്റെ ആണ്. അപ്പം അതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ, എന്നിട്ടല്ലേ നമ്മൾ ആവറേജ് ആറ്റോമിക് മാസ് കാണുള്ളൂ. ഓക്കെ, അങ്ങനെ കാണുന്നതാണ് ക്ലോറിൻ്റെ ആവറേജ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ 35 × 3 3 കാണുന്ന സമയത്ത് 1 × 37 1 കാണുന്നുള്ളൂ ബൈ ടോട്ടൽ അപ്പോൾ എത്ര ഉണ്ട് 4 കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 35.5 ആറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടും. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഈ ക്ലോറിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ക്ലോറിൻ്റെ ആവറേജ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. ഓക്കെ, 35.5 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ഐസോട്ടോപ്പും അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസും നമ്മൾ കണ്ടിട്ട് അതിലെ ആവറേജ് കാണുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാണ് 35.5. ഇവിടെ ഒരു നോട്ട് നോക്കി, പീരിയോഡിക് ടേബിൾ ദ ആറ്റോമിക് മാസ് മെൻഷൻ ഇൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആക്ച്വലി ദ ആവറേജ് മാസ്. അതായത് നമ്മളിപ്പം പറയുന്ന എല്ലാ എലമെൻസിൻ്റെയും ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരുവിധ എലമെൻസിൻ്റെ ഒക്കെയും ഐസോട്ടോപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് മാസാണ് പറയുന്നത്, ആവറേജ് മാസാണ് പറയുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷനൊക്കെ എടുക്കുമ്പോൾ 30 എടുക്കണം, 35 എടുക്കണം, പിന്നെ എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുക എന്തെന്നാ, ഒരു പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ രേഖപ്പെടുത്തി ഒക്കെ എന്തെന്നാ അതിൻ്റെ ആവറേജ് ആറ്റോമിക് മാസ് ആയിരിക്കും. അതുപോലെ ഇവിടെ ക്ലോറിൻ്റെ ആവറേജ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ ആവറേജ് ആറ്റോമിക് മാസ് പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, മോളിക്കുലാർ മാസ്. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ ഇവിടെ 35.5 ആണ് എന്തിൻ്റെ, ക്ലോറിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആറ്റോമിക് മാസുമായിട്ട് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെന്നാ പറയാം, കാർബൺ 12ൻ്റെ 1/12 മാസിൻ്റെ 35.5 മടങ്ങാണ് എന്തിൻ്റെ മാസ് എന്ന് പറയുന്നത്, ക്ലോറിൻ്റെ മാസ്. അതാണ് ഈ 35.5 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് പറയാം. മോളിക്കുലാർ മാസ് പറഞ്ഞാൽ നിങ്ങളൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ബേസിക് കെമിസ്ട്രിയിൽ നമ്മളൊരു വിധം എന്താ പറയുക, നിങ്ങൾ ഇതിന് മുന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചൊരു സാധനമാണ്. അതായത് ഇറ്റ് ഈസ് ദ സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് ദ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ എന്തുണ്ടാവും, ഡിഫറെൻറ്റ് ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ആറ്റംസിനും ഡിഫറെൻറ്റ് മാസ് ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ആറ്റംസിൻ്റെ മാസ് എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, ആ മോളിക്യൂളിൻ്റെ മാസ് കിട്ടും. ആ മോളിക്യൂളിൻ്റെ മാസിനെ പറയുന്ന പേരാണെന്ത്, മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ മോളിക്യൂളിൽ ഡിഫറെൻറ്റ് ആറ്റംസ് ഉണ്ടാവും. CO2 എടുക്കുകയാണെങ്കിൽ അവിടെ കാർബണും ഉണ്ട്, O2 ഉണ്ട്. അപ്പം അതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്താ, കാർബണിൻ്റെ മാസും ഓക്സിജൻ്റെ മാസും കൂടി കൂട്ടിയതാണ്. അതായത് ഒരു കാർബണും 2 ഓക്സിജനാണ് ഉള്ളത്. അപ്പോൾ ഒരു കാർബണിൻ്റെ മാസും
2 ഓക്സിജൻ്റെ മാസം കൂടി കൂട്ടിയതാണ് അതിൻ്റെ എന്ത് പറയുന്നത് മോളിക്കുലാർ മാസ്. ആ മോളിക്യൂളിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, ആ ടോട്ടൽ മാസിനെയാണ് എന്ത് പറയുന്നത് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പേരിട്ടങ്ങ് വിളിക്കുന്നേ ഉള്ളൂ. ആ പേര് എന്താണ് മോളിക്കുലാർ മാസ് എന്ന്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് H2SO4. H2SO4 എന്താ സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഹൈഡ്രജൻ്റെ 2 ഹൈഡ്രജനാണുള്ളത്. ഹൈഡ്രജന് നമ്മൾ എത്ര 1 ആണ് മാസ്. എങ്ങനെ 1 ആയതെന്ന് പറഞ്ഞാലോ കാർബൺ 12ൻ്റെ 1/12 മാസിൻ്റെ ഒരു മടങ്ങ്. ഓക്കെ, ഒരു മടങ്ങാണ് എന്തുള്ളത് ഈ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പം 2 × 1 പ്ലസ് സൾഫർ 32 എങ്ങനെ വന്ന് നേരത്തെ പറഞ്ഞ മാതിരി മാസ്. ഓക്കെ, 32. പിന്നെ അതുപോലെ തന്നെ 4 ഓക്സിജൻ ഉണ്ട് 16 × 4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 98 കിട്ടും. ഈ 98 എന്തിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് H2SO4ൻ്റെ H2SO4 എന്ന മോളിക്യൂളിൻ്റെ ടോട്ടൽ മാസ്. അതാണ് എന്ത് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് H2SO4 98 യൂണിറ്റ് അറ്റോമിക് യൂണിറ്റ്. ഓക്കെ അല്ലേ സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അഞ്ചാമത്തൊരു ലാസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു സാധനം കൂടിയുണ്ട്, ഫോർമുല മാസ് എന്ന് പറയും. ഒന്നുമില്ല, ഫോർമുല മാസ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് മോളിക്കുലാർ മാസ് തന്നെയാണ്. പക്ഷേ ഇത് ഏതിൻ്റെ കേസിലാണ് പറയാം, നമ്മൾ ഈ അയോണിക് കോമ്പൗണ്ട്സിനൊക്കെ കേസ് പറയുമ്പോൾ അവിടെ നമ്മൾ മോളിക്കുലാർ മാസ് എന്നല്ല പറയാം, ഫോർമുല മാസ് എന്നാണ് പറയാം. എന്തിൻ്റെ അയോണിക് കോമ്പൗണ്ട്സ്. ഉദാഹരണത്തിന് NaCl ഒക്കെ എന്താണ് ഒരു അയോണിക് കോമ്പൗണ്ട് അല്ലേ. ഇത്തരത്തിൽ NaCl പോലത്തെ അയോണിക് കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മോളിക്കുലാർ മാസ് നമ്മൾ എന്തെന്നാണ് പറയാം, ഫോർമുല മാസ് എന്നാണ് പറയാം. അതായത് ഇപ്പം നമുക്കറിയാം NaCl അയോൺ ആയതുകൊണ്ട് ഇത് എന്താണ് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഇരിക്കുക. എല്ലാ മോളിക്യൂളും പരസ്പരം സ്റ്റിക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിനെന്ത് ചെയ്യാൻ മോളിക്കുലാർ മാസ് കാണുന്നൊരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയൊരു പ്രോപ്പർട്ടി അതിനുള്ളത് കൊണ്ട്, ഈ അയോണിക് കോമ്പൗണ്ട്സിനുള്ളത് കൊണ്ട് നമ്മൾ എന്തെന്നാണ് ഫോർമുല മാസ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, ഫോർമുല മാസ് ഒന്നുമില്ല, സാധാരണ നമ്മളെ ആറ്റോമിക് മാസ് ഇപ്പം NaClൻ്റെ എത്ര ഫോർമുല മാസ് എന്ന് ചോദിച്ചാൽ Na 23, Cl 35.5 കൂട്ടിയാൽ 58.5 ഉണ്ടല്ലോ. അതെന്താണ് ശരിക്കും മോളിക്കുലാർ മാസാണ്. പക്ഷേ അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കുന്നു, ഫോർമുല മാസ് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ എന്താ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ. മോളിക്കുലാർ മാസ് തന്നെയാണ്, പക്ഷേ അയോണിക് കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ പറയുന്നൊരു പേരാണെന്ത് ഫോർമുല മാസ്. ഇൻ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ലൈക്ക് NaCl ദർ ഈസ് നോ സെപ്പറേറ്റ് മോളിക്യൂൾ. ഒരു സെപ്പറേറ്റ് മോളിക്യൂൾ ഉണ്ടാവില്ല, അതുകൊണ്ട് എന്തെങ്കിലും കൂടിയിട്ടായിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വി സേ ദ മോളിക്കുലാർ മാസ് ഓഫ് ദീസ് കോമ്പൗണ്ട് ആസ് ഫോർമുല മാസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോളിക്കുലാർ മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേരിട്ട് സ്പെഷ്യൽ പേരിട്ട് വിളിക്കുന്നു. എന്ത് ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഓൾ ഫോർമുല മാസസ് ആർ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഓൾ മോളിക്കുലാർ മാസസ് ആർ ഫോർമുല മാസ് എന്ന് പറഞ്ഞാലോ അത് ശരിയാവില്ല. കാരണം ഇത് അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മോളിക്കുലാർ മാസ് ഫോർമുല മാസ് എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കോൺട്രാഡിക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, നമ്മളതിൽ പഠിക്കുന്നത് എന്താണ്, മോൾ കോൺസെപ്റ്റാണ്. മോൾ കോൺസെപ്റ്റ് ഇനി വരുന്ന എല്ലാ ചാപ്റ്ററിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ എന്താണ് മോൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പോയിൻറ്റ്സ് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നൊരു സാധനമാണ് ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനമാണ്. ജസ്റ്റ് ഒന്ന് ആ ഒരു ഹുക്ക് കിട്ടിയാൽ എന്താണ് മോൾ കോൺസെപ്റ്റ് നമുക്ക് മൊത്തം എന്താണ് പക്ക ചെറപറ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്നുമില്ല, മോൾ കോൺസെപ്റ്റ് ഫസ്റ്റ് പറയുന്നത് മോൾ ഈസ് എ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് പഠിച്ചു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ പറയുന്നൊരു യൂണിറ്റാണ് എന്ത് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ മോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മോൾ എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു പെയർ ഷൂസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഷൂ ആണ് നമുക്ക് എടുത്തുതരാം. അല്ല, എത്ര ഷൂ എടുത്തുതരും, 2 ഷൂ എടുത്തുതരും. അതായത് ഒരു പെയർ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്, പെയർ എന്ന് പറഞ്ഞാൽ എന്താ, 2 എണ്ണം എന്നുള്ള അർത്ഥമല്ലേ പെയർ എന്ന് പറയുമ്പോൾ. ഓക്കെ, 2 എണ്ണം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു പെയർ ഷൂ ആണെന്ന് പറഞ്ഞാൽ 2 എണ്ണം എടുത്ത് തരും, ഒന്നല്ല തരിക, 2 എണ്ണം തരും. കാരണം പെയർ എന്ന് പറഞ്ഞാൽ എന്താ, 2. അതുപോലെ നമ്മളൊരു ഡസൻ മാങ്ങ വേണമെന്ന് പറഞ്ഞു ഒരു മാങ്ങപ്പീടിയെ പോയിട്ട്, അപ്പോൾ അയാൾ എത്ര എണ്ണം എടുത്ത് തരും, 12 എണ്ണം എടുത്ത് തരും. അതായത് ഈ ഡസൺ എന്ന് പറഞ്ഞാൽ എന്താ, 12 എണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് ഡസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പെയർ എന്ന് പറഞ്ഞാൽ 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. 2 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പെയർ എന്ന് പറയുന്നത്. അതുപോലെ ഡസൺ എന്ന് പറയുന്നത് 12 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡസൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സെർട്ടൈൻ എമൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു പേരാണ് എന്ത് പറയുന്നത്, മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൈൻ നമ്പറാണ്, ഒരു നമ്പറാണ് 1 മോൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഈ പെയറും ഡസനും ഒക്കെ പറയുന്ന മാതിരി തന്നെ 1 മോൾ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ നമ്പറാണ്. ആ നമ്പർ എത്ര? 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയും. 6.022 ഇൻറ്റു 10⁻23 ആണ് എന്ത് പറയുന്നത്? ഒരു മോൾ എന്ന് പറയുന്നത്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ആണ്. ഓക്കെ അല്ലേ? അത് മനസ്സിലായല്ലോ. ഒരു പെയർ, ഒരു ഡസൺ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സംഖ്യയാണെന്ത്? ഒരു മോൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ നമ്പറിന് 6.022 ഇൻറ്റു 10⁻23 നമ്മൾ പിന്നെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അവഗാഡ്രോ ആണ് ഇതിന് പേര് കൊടുത്തത് കൊണ്ട് അവഗാഡ്രോ നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ അവഗാഡ്രോ കോൺസ്റ്റന്റ് N എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സെറ്റല്ലേ? എന്താണ്? ഒരു നമ്പറാണ് 6 മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു നമ്പർ സ്പെസിഫിക് ആയിട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഓക്കെ, എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് അതിൻ്റെ ഡെഫിനിഷൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ആറ്റംസ് കണ്ടെയ്ൻഡ് ഇൻ 12 gram ഓഫ് 12 gram ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര എമൗണ്ട് ഓഫ് ആറ്റംസ് ഉണ്ടോ അതിനെയാണ് എന്ത് പറയുന്നത്? 1 മോൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ശ്രദ്ധിച്ചോളി, മനസ്സിലാക്കിക്കോളി. നമ്മൾ 12 gram ഓഫ് കാർബൺ 12 നേരത്തെ പഠിച്ചല്ലോ, കാർബൺ 12 ഐസോട്ടോപ്പ്. അപ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 gram നമ്മൾ എടുക്കുകയാണ്. ആ 12 ഗ്രാമിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടെയും ബേസിക് ആയിട്ട് എടുക്കുന്നത്. എന്താണ്? 12 gram ഓഫ് കാർബൺ 12, കാർബൺ എത്ര? 12 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 12 gram ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കുന്ന സമയത്ത് അതിലെത്ര ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ആറ്റംസിൻ്റെ നമ്പറാണ് എന്ത്? 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നത്. ആ നമ്പറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് നമ്പർ എന്ന് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, ഒരു മോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കത്തിയല്ലോ, സെറ്റല്ലേ? ഓക്കെ, അതായത് എന്താണ്? 12 gram ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര ആറ്റംസ് ഉണ്ടോ ആ എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ 6.022 ഇൻറ്റു 10⁻23 വരുന്നത്. ഓക്കെ, കത്തിയല്ലോ. 1 മോൾ എന്താണെന്നുള്ളത് കത്തിയല്ലോ. ഓക്കെ അല്ലേ? ഇനി അത് മനസ്സിലായാലേ ബാക്കിയുള്ളതിന് മനസ്സിലാവുള്ളൂ. വിച്ച് മീൻസ് ഇഫ് യു ടേക്ക് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 6.022 ഇൻറ്റു 10⁻23 നമ്പേഴ്സ്. അപ്പോൾ ഇത് മനസ്സിലായാലേ ഇനി പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് കാർബൺ 12ൻ്റെ 12 ഗ്രാമിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് എത്ര ആറ്റംസ് ഉണ്ടോ അതിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. അതെത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് 1 മോൾ ഓഫ് ഏതെങ്കിലും ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലെത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് എന്തുണ്ട്? അത്രയും ആറ്റംസ് അതിലുണ്ട് എന്നാണ് ആ 1 മോൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 ഇൻറ്റു 10⁻23. 1 മോൾ എന്ന് പറഞ്ഞാൽ 6.0. അപ്പോൾ അത്രയും ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ആണ്? 6.022 ഇൻറ്റു 10⁻23. അതുപോലെ തന്നെ 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ്. ഇനി 1 മോൾ ഓഫ് NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 ഇൻറ്റു 10⁻23 അയോൺസ് ആണ്. ഓക്കെ, കത്തിയല്ലോ. ഒന്നുമില്ല, നമ്മൾ ഒരു മോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഈ മോളിൻ്റെ ഡെഫിനിഷനാണ് ഈ 12. അങ്ങനെയാണ് ഈ ഒരു സംഖ്യ വന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇത് തന്നെയാണ് എഴുതുന്നത്. കാർബൺ 12ൻ്റെ 12 ഗ്രാമിൽ എത്ര എമൗണ്ട് ഓഫ് ആറ്റംസ് ഉണ്ടോ അതിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ അവഗാഡ്രോസ് നമ്പർ എന്ന് പറയും, അവഗാഡ്രോസ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഏത് എലമെൻ്റ് എടുത്താലും, ഏത് എലമെൻറ്റ് 1 മോൾ എടുത്ത് എന്ന് പറഞ്ഞാലും, പറഞ്ഞാലും അതിലൊക്കെ ഉണ്ടാവും 1 മോളാണ് എടുത്തെങ്കിൽ അതിലെത്ര ഇതുണ്ടാവും? 6.022 ഇൻറ്റു 10⁻23 ഉണ്ടാവും. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഈ 2 ഇക്വേഷൻ കൂടി ഒന്ന് എഴുതിയെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇനി വരാൻ പോകുന്ന പോയിൻറ്റ്സിലാണ് ഈ മോളാർ മാസ് എന്താണെന്നൊക്കെ ഉള്ളത് പറയണത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയെടുക്കുക. ഒന്നുമില്ല, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഗിവൺ മാസ് ഇൻ ഗ്രാമിൽ നമുക്ക് ഗിവൺ തന്ന ഏത് എലമെൻ്റ് ആണോ അത് അതിൻ്റെ മോളാർ മാസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്താൽ മതി, എന്നാലേ നമുക്കത് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് 2 ഇക്വേഷൻ ആക്കി വെച്ചാൽ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ.